എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊട്ടാരം പോലുള്ള വീട്, പോയി വരാൻ മാരുതിക്കാർ, എന്നിട്ടും വൃത്തികെട്ട കൂറ മണമുള്ള ഈ റൂമിൽ കിടക്കാനാ നിനക്കിഷ്ടം. നിനക്കറിയോ, 4 കൊല്ലമായി ഈ മുറി ആരെങ്കിലും ഉപയോഗിച്ചിട്ട്. ഏതോ ഒരു എൽസ മാത്യു പാരച്യൂട്ടിൽ ഇറങ്ങിയതാ. പ്രണയ നൈരാശ്യം. ഓഹോ, എൽസ മാത്യുവിന്റെ ആത്മാവ് ഇവിടെ കറങ്ങിയടിക്കുന്നുണ്ടെന്നാ പലരും പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ആരും ഇവിടെ കിടക്കാൻ ധൈര്യപ്പെടാറില്ല. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലോ. എൽസ മാത്യു അല്ലേ, പിന്നെ നിങ്ങളും. ഞങ്ങളോ? 17-ാം നമ്പർ മുറിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഈ 13-ാം നമ്പർ മുറിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. നിങ്ങളും എന്നോടൊപ്പം ഇല്ലെങ്കിൽ എന്റെ പല ഉദ്ദേശങ്ങളും നടപ്പാക്കാൻ കഴിയില്ലല്ലോ. ഉദ്ദേശങ്ങളോ? നീ എന്തേ പറയുന്നേ? ശത്രു സംഹാരം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ മിസ്റ്റർ ജിതിൻ ബാബു എന്ന ജിത്തുവിന്റെ അന്ത്യം. അല്ലടി, എന്താ നിന്റെ ഉദ്ദേശം? ജിത്തു അയാളെ ഇന്ന് ഇവിടെ നിന്ന് പൊക്കി നമ്മുടെ ഹോസ്റ്റലിൽ എത്തിക്കണം. പിന്നെ വിളിച്ചു പോയി 4 ആളെ കൂട്ടണം. അർദ്ധരാത്രിയിൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു പുരുഷനെ കണ്ടാൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. അത്രയും വേണോടി? വേണം. ചങ്കൂറ്റുള്ളവർ മാത്രം എന്നോടൊപ്പം നിന്നാ മതി. സുന്ദരേശണ്ണ, 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 നിങ്ങളൊക്കെ എന്താ അർദ്ധരാത്രിയിൽ ഇവിടെ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ തോന്നി സുന്ദരേശണ്ണനെ ഒന്ന് കണ്ടാലോന്ന്. അങ്ങ് അമേരിക്കയിലെ വിശേഷങ്ങൾ ഓരോന്ന് കേട്ടോണ്ടിരുന്ന നേരം പോകുന്നത് അറിയില്ലല്ലോ. ഈ വാതിലൊന്ന് തുറക്കണ്ണോ. അയ്യോ, ആക്കളി വേണ്ട. എനിക്ക് പേടിയാ. പേടിയോ? എന്തിനാ? നിങ്ങൾ 4 പേരില്ലേ? മുമ്പൊരിക്കൽ ബാലികയിൽ വന്ന 5 സുന്ദരികളുടെ കഥ വായിച്ചിട്ടുണ്ടോ? 5 പേരും കൂടി ഒരു ചെക്കനെ ബലാസംഗം ചെയ്തു കൊന്ന കഥ. അതുപോലെ എങ്ങാനും സംഭവിച്ചാൽ? സുന്ദരേശണ്ണ, സുന്ദരേശണ്ണനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് അമേരിക്കൻ കഥകൾ കേട്ടാൽ മാത്രം മതി. ഈ കഥ ഒന്ന് തുറക്കണ്ണോ. വാക്കുമാറല്ലേ? വരൂ, കയറി വരൂ. മര്യാദക്ക് ഞങ്ങൾ പറഞ്ഞതനുസരിച്ചോ, ഇല്ലെങ്കിൽ തന്റെ ഈ ജുറാസി കഴുത്തിന് മേലെ തല കാണില്ല. ജിത്ത് ഏത് റൂമിലാ? എന്താണോ നട്ടപ്പാരക്ക്? ചിത്തു സാറിനൊരു ഫോണുണ്ട്. പോണോ? എവിടെ നിന്നാണോ? അതറിയില്ല, ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയോ? അവർ ആന കുത്തിയാ പോലും അറിയാത്ത ഉറക്കത്തില്ല. ഞാൻ അറ്റൻഡ് ചെയ്യാം. അയ്യോ, അത് വേണ്ട. ചിത്തു സാറിനെ തന്നെ വേണമെന്നാ അവര് പറഞ്ഞത്. എന്നെ വിളിക്കല്ലേ? എന്താടാ? നിനക്കൊരു ഫോണുണ്ട്. ഏതോ പെൺകുട്ടിയുടെ ആണെന്ന്. പെൺകുട്ടിയുടെ ഫോണോ? പെൺകുട്ടിയുടെ ആണെങ്കിൽ അവനായിരിക്കില്ല, എനിക്കായിരിക്കും. വിളിച്ചില്ലെന്ന് പറയല്ല. ഇനി നാളെ ഇനിയിപ്പോ അതിന് വേണ്ടി ചവിട്ടും. എനിക്ക് വയ്യ, തലവലാതെ വിളിക്കാനുണ്ടോ സാറേ? സംഗതി വളരെ സീരിയസ് ആകുമെന്നാ തോന്നുന്നത്. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ തന്നെയല്ലേ? എന്റെ പൊന്നു ശോഭ, ഇനി നിന്റെ പഴയ കളിയും ചിരിയൊന്നും കാണാനൊക്കില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെ ശോഭ, ഈ അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടുന്ന കാര്യം വലിയ സംശയമാണ്. എന്താ, ഞാൻ മരിച്ചു പോകുന്നാണോ? ഇതോടെ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായിരുന്നു. മണ്ണാം കട്ട, ഒന്ന് തെളിച്ചു പറയടാ. എനിക്കങ്ങനെ ഗുരുതരമായ രോഗമൊന്നുമില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെന്താ? പോടാ,
നിന്റെ രോഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. പുറത്ത് ചെന്ന് നോക്ക്, 5-6 യൂണിയനായിട്ടാ വന്നിരിക്കുന്നത് നിന്റെ കാമുകിമാര്. എന്റെ അമ്മോ! ശോഭൻ എങ്ങനെയുണ്ട്? അതിപ്പോ ശോഭന്റെ നില വളരെ സീരിയസ് ആണ്. എല്ലാരും കൂടി പോണ്ട, ഓരോരുത്തരായി ചെന്ന് ബുദ്ധിമുട്ടിച്ചാ മതി. എക്സ്ക്യൂസ് മീ. പ്ലീസ് ഒന്ന് മാറൂ. നിന്നെ മാത്രം അകത്തോട്ട് കടത്തിവിടരുതെന്നാ ശോഭൻ പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഒന്ന് മാറൂ. മാറ്. വാതിലടച്ച് കൊടുത്തിട്ട് എന്താ പേടിച്ചു പോയോ? പുറത്ത് ഭയങ്കര തള്ള്. ശോഭനെ കാണാനുള്ളവരാ മുഴുവൻ പെൺകുട്ടികളാണല്ലോ. കോളേജിലെ ഷൈനിങ് ഫിഗർ അല്ലേ മിമിക്രിയും ക്രിക്കറ്റും ഒക്കെ ആയിട്ട്. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് ഇത്രയും ആരാധനയും സ്നേഹവും. ഞാൻ കാരണം ഒരുപാട് വേദനിച്ചു അല്ലേ? സോറി, മാപ്പ് ചോദിക്കാനാ വന്നത്. മാപ്പോ? അതിന് ബിനു അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തില്ലല്ലോ. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് തെറ്റെന്നല്ലേ. മാപ്പ് തന്നോന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ബിനുവിനെ കാണുമ്പോ ചിലതൊക്കെ പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. വിരോധമില്ലെങ്കിൽ. എന്താ ശോഭൻ? ബിനു അറിയാതെയാണോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ എന്നെനിക്കറിയില്ല. നോക്കൂ ശോഭൻ, മുഖവരെ എനിക്കിഷ്ടല്ല. നേരെ ചൊവ്വയെല്ലാം തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നേ? അത് പിന്നെ ഡോക്ടർ വരുന്നുണ്ടെന്ന് പുറത്തു പോണം. ആ, അവൾ എന്റെ കയ്യിലെ കടിച്ചിരുന്നെ ഞാൻ തിരിച്ചു പിടിച്ചു കടിച്ചാ. ഒരു വിരലിന് പോരാ 5 വിരലും കൂടെ കളിച്ചിരുന്നോ? അവൾ വരുന്നുണ്ട്. അവിടെ അവളൊക്കെ അവസരം കേട്ടോ. രൂപ ഒരു പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ കരുത്താ. വെറുതെ അല്ല, മനുഷ്യരക്തമല്ലേ ഭക്ഷണം. നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ ദഹിച്ചു പോകും. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഓർത്തോ, നോവ് കൊണ്ട പാമ്പായി ബിനു. തന്നെ വീഴ്ത്തിയിട്ടേ ഞാൻ അടങ്ങും. ശരി പെണ്ണേ, നീ അങ്ങ് കൊമ്പത്താണെന്നൊരു വിചാരമുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ. നീയല്ല, നിന്റെ അമ്മൂമ്മ കുഞ്ഞിക്കാളും അമ്മ ചുടലേന്ന് എണീറ്റ് വന്നാലും ഈ ജിത്തുവിനെ ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ല. ബൈ. ഞാൻ പലവട്ടം ആലോചിച്ച എല്ലാം തുറന്നു പറയാൻ, പക്ഷെ സാധിക്കണ്ടേ? എന്തോ അവളുടെ മുമ്പിലെത്തുമ്പോ മാത്രം ഇതുവരെ തോന്നാത്ത വിറയലും ചങ്കെടുപ്പില്ല. അതെന്താണ് അങ്ങനെ? നീ അതിനെ ഒരു വർഷം കടലാസിൽ കുറിച്ചിങ്ങിത്താ, നമുക്കത് ഈ മാസികയിലെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്ന് പറഞ്ഞ പങ്ക്തിയിലേക്ക് അയച്ചു കൊടുക്കാം. മണ്ണാൻ കട്ട സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവന്റെ വളിച്ച തമാശ. സീരിയസ് ആണെന്ന് എനിക്കൂടി തോന്നണ്ടേ? നിന്റെ ഈ പരവേശവും പരിഭ്രമവും ഒക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ എത്ര കണ്ടതാ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് അതുപോലെയല്ലടാ. എനിക്ക് അവളെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, നെഞ്ചു നിറച്ചു. അതൊന്നും അവളെ എങ്ങനെ അറിയിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. വാ വിളിച്ച് എന്തെങ്കിലും വഴി പറഞ്ഞു. അതിനാണോ ഇത്ര പ്രയാസം? നിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു താളിയോലയിൽ പകർത്തി അങ്ങ് കൂടെ, അത്ര തന്നെ. അതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ. പുതിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അതിനവളുടെ വീട്ടിൽ ഫോണുണ്ടോ? നീ ഒന്ന് ഫോണുണ്ടോ? പുതിയ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താണ്? 2244. നിന്റെ അമ്മയുടെ തല. ഹലോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? തമ്മിൽ കാണുമ്പോഴൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഇഷ്ടമാണെന്ന്, ഒരുപാട് ഇഷ്ടമാണെന്ന്. പക്ഷെ ബിനുവിന്റെ റിപ്ലൈ അതൊരു നെഗറ്റീവ് ആണെങ്കിൽ താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. അതുകൊണ്ടാ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്. ഈ വളിച്ച കോമാളിത്തമൊക്കെ ബിനുവിന് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്ത് ചെയ്യാ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നെഞ്ചുങ്ങി? ഒരു മറുപടി എത്രയും വേഗം പ്രതീക്ഷിക്കട്ടെ.
ഡിയർ ശോഭൻ, കാസറ്റ് കണ്ടു. പെർഫോമൻസ് ഗംഭീരമായി. ശോഭൻ എന്നെ ഇഷ്ടപ്പെടണമെന്ന കാര്യം വളരെ മുമ്പേ തന്നെ എനിക്കറിയാമായിരുന്നു. അത് ശോഭൻ എന്ന് തുറന്നു പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, ഈ വിവരം തൽക്കാലം ആരും അറിയരുത്. കാരണം മറ്റൊന്നുമല്ല, എന്റെ വീട്ടിലെ സ്ഥിതി അറിയാമല്ലോ. മുൻകോപിയായ അച്ഛൻ, എന്തിനും പോന്ന 4 സഹോദരങ്ങൾ. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ദിവസവും കാണണം, സംസാരിക്കണം. ശോഭ, എന്ത് പറ്റി നിനക്ക്? റിഹേഴ്സൽ നടക്കുന്നത് കണ്ടില്ലേ? കോളേജിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ 2 ദിവസം കൂടെ ഉള്ളൂ. ഗാനമേളകൾ ഒറ്റ പാട്ട് പോലും സെറ്റ് ആയിട്ടില്ല. അതിനിടയിൽ അവന്റെ അമ്മൂമ്മയുടെ ഡാൻസ് പ്രാന്ത് പിടിച്ചോളൂ എനിക്ക്. അതേടാ പ്രാന്ത, മുഴുപ്രാന്ത്. പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ തെമ്മാടിത്തം ഇത്ര കൂടുന്നുണ്ട്. ജിത്തുവിനെ കുറിച്ച് നീ എന്താ ധരിച്ചിരിക്കുന്നേ? നിങ്ങൾക്കൊക്കെ അയാൾ വലിയ ഗാനഗന്ധർവനായിരിക്കാം. എനിക്ക് അയാൾ അംഗീകരിക്കാനാവില്ല. നീ അംഗീകരിച്ചില്ലെന്ന് വെച്ച് അയാൾക്ക് ഒരു ചുക്കും വരാനില്ല. 4 വർഷമായി അയാളാ ഈ കോളേജിലും ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിലും ഫസ്റ്റ്. ഓഹോ, എങ്കിൽ നീ നോക്കിക്കോ. ഇക്കൊല്ലം ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിന് അയാൾ പോകില്ല. നാളെ സിൽവർ ജൂബിലി സെലിബ്രേഷനും അയാൾ പാടില്ല. ആരുടെ തലയാണോ ഈ ചട്ടിക്കകത്ത്? എന്റെ സ്വന്തം തലയാ സാർ. താനായിരുന്നോ ഈ കോലത്തിൽ? അത് പിന്നെ സാർ, കുറച്ചു നാൾ മുമ്പ് ഞാനിങ്ങനെ മണിയടിച്ചോണ്ട് നിന്നപ്പോ ഈ ഹാമർ വന്ന് എന്റെ ഹോമറിൽ തട്ടി ഒത്തിരി മുറിഞ്ഞു. പിന്നെ 16 സ്റ്റിച്ചിട്ടതിന് ശേഷമാ ബ്ലീഡിങ് നിന്നത്. 16 സ്റ്റിച്ചോ? അത്രയും സ്റ്റിച്ചിലുള്ള സ്ഥലം ഈ തലയിലുണ്ടോടും? പരിഹസിക്കരുത് സാർ. അന്നത്തെ മുറിവിന്റെ വേദന ഇപ്പോഴും മണിയടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓർത്തു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽമെറ്റ് ധരിക്കുന്നത്. തന്റെ പെമ്പിള്ളയുടെ അടുത്തുള്ള ചുറ്റിക്കളിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്നെ മണ്ടനാക്കരുത്. ഇത് ഞാനായിട്ട് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറഞ്ഞേ? ഈ വിക്കനെ കൊണ്ട് തോറ്റു. എപ്പോഴും വരും, ആവശ്യത്തിനുള്ള കാശും കൊടുത്തു പോവും. ഈ കാശൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ സുബേറിന്റെ ബാപ്പോട് പറയാറുണ്ടോ? വേണ്ടാത്തൊന്നും ഞമ്മളെ സുബൈർ ചെയ്യൂലെന്ന് ഞമ്മക്ക് നന്നായിട്ട് അറിയാ. ചിരിവില്ലത്തരൊക്കെ കയ്യിലുണ്ടെങ്കിലും ഓന്റെ ബാപ്പ അതൊക്കെ കണ്ണടച്ചളയും. അങ്ങനെ കണ്ണടച്ച സുബൈർ ഇപ്പൊ ഇങ്ങനെയായത്. ഞാൻ എന്ത് ചെയ്യുന്നാണ് നീ പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ കള്ളുകൂടിയും കഞ്ചാവടിയും ചീട്ടുകളിയും മാത്രമല്ല, അല്പം തെമ്മാടിത്തരം ഉണ്ടെന്ന്. തെമ്മാടത്തരം മാത്രമല്ല, അല്പം കൂടിയുണ്ട്. എന്താണ് അതുമായിട്ടൊരു ചുറ്റിക്കളി? വല്ല മൊഹബത്തിലും ആണാ? കുറെ നാളായിട്ട് തക്കം കിട്ടുമ്പോഴൊക്കെ അവൾ എനിക്ക് പാര വയ്ക്കുകയാണ്. ആ മനസ്സിലായി, സ്വർണപ്പാരയാണ്. ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? ആ ആ ആ അല്ലാക്കറിയാ. ശരിക്കു പറഞ്ഞ ഇപ്പോഴത്തെ വലിയ വലിയ പാട്ടുകാർ പോലും ജിത്തുവിന്റെ വലിയ കെട്ടാനില്ല. ആ പറഞ്ഞത് ശരിയാ. ഏത്? അല്ല, അവന് വാലുണ്ടെന്നുള്ള കാര്യം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ അല്ലേ പറഞ്ഞ ജിത്തുവിനെ കൂകി വെളുപ്പിക്കുന്നു? എന്നിട്ട് എന്തായി? അത് പിന്നെ നിങ്ങളും കൂവിയില്ല, ഞാനും കൂവിയില്ല. ഹലോ. ഹായ് ജിത്തു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അഭിനന്ദിച്ചല്ലോ, സന്തോഷം. പിന്നെ കൂട്ടുകാരിയോട് ചോദിക്കേ, ഇപ്പൊ ജിത്തുവിനെ മനസ്സിലായോന്ന്. നിനക്കൊരു എഴുത്തുണ്ട്. എനിക്കോ? ആ നിനക്ക് എന്നെ. ഡിയർ ജിത്തു, നേരിൽ പരിചയമില്ല. ഞാൻ വസുന്ധര. അല്പം കവിതാഭ്രമമുണ്ട്. ചിലതെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആനുകാലികങ്ങളിൽ. അതിലൊരു കവിത നിങ്ങൾ കഴിഞ്ഞ ദിവസം കോളേജിൽ ആലപിച്ചു എന്നറിഞ്ഞു. മനോഹരായത്രേ. എന്റെ ഒരു സ്നേഹിതന്റെ അഭിപ്രായമാണ് കേട്ടോ. നേരിൽ കണ്ട് അഭിനന്ദിക്കാൻ താല്പര്യമുണ്ട്. തമ്മിലൊന്ന് കാണാൻ ഒരവസരം ഉണ്ടാക്കാമോ? സ്നേഹപൂർവ്വം, വസുന്ധര.
കത്ത് കണ്ടിട്ട് ഒരു ലൈനിന്റെ ലക്ഷണം ഉണ്ടല്ലോ. ബെസ്റ്റ് ടൈം. ഓടാ, ഇതൊക്കെയാണ് നിനക്കുള്ള കുഴപ്പം. ഒരാണും പെണ്ണും കണ്ടാലുടനെ ലൈനായി അവിഹിതമായി. ഇവരൊരു പ്രായമുള്ള സ്ത്രീയാകാനാണ് സാധ്യത. എത്ര കാലമായി ഒന്ന് പരിചയപ്പെടണമെന്ന് കൊതിച്ചിട്ട് അവരുടെ മേൽവിലാസം തേടി എത്ര പത്രമാഫീസുകളിലേക്ക് ഞാൻ കത്തുകൾ അയച്ചു. ആരുമായി അങ്ങനെ ബന്ധപ്പെടുന്ന അവർക്ക് ഇഷ്ടമല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കൃത്യമായ മേൽവിലാസമില്ല. പത്രമാഫീസിലെ കെയർ ഓഫ് വെച്ചിരിക്കുന്നത്. ഏതായാലും നാളെ തന്നെ ഒരു മറുപടി അയക്കും.